പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാരഡി ഗാനം മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായി ആരോപിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ്. പന്തളം ഏരിയ കമ്മിറ്റി അംഗമായ പ്രദീപ് വർമ്മയാണ് പാർട്ടിയുടെ പേരിൽ പരാതി നൽകുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് CPMന്റെ പുതിയ അടവ് നയം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുല്, ഈ സ്വർണ്ണക്കൊള്ള അതുപോലെ ഈ പാരഡി ഗാനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM വിയർത്തതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അപ്പോൾ ഈ പാട്ടിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി സമീപിക്കാനാണ് ഈ CPMന്റെ നീക്കം. വിവരങ്ങൾ. ഇന്നലെ തന്നെ ഈ CPM ഈ വിഷയത്തിൽ പരാതി നൽകും എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നതാണ്. ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. ആ യോഗത്തിൽ പരാതി നൽകുവാൻ വേണ്ടി ഔദ്യോഗികമായിട്ട് തീരുമാനമായിരിക്കുകയാണ്. യോഗത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി തന്നെ ഈ കാര്യം നമ്മളോട് വ്യക്തമാക്കുകയായിരുന്നു. നിലവിൽ പന്തളം ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രദീപ് വർമ്മ ആയിരിക്കും പാർട്ടിക്ക് വേണ്ടി പരാതി നൽകുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലായിരിക്കും പരാതി നൽകുക. അത് ഈ പാട്ട് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത് രൂക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആണ് എന്ന് കാട്ടിക്കൊണ്ടായിരിക്കും പരാതി നൽകുക എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നേരത്തെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് CPMന്റെ നിലപാട് വലിയ വിമർശന വിധേയമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ ഈ പ്രസാദ് കുഴിക്കാല എന്ന് പറയുന്ന വ്യക്തി നൽകിയിട്ടുള്ള പരാതിയിൽ തിടുക്കപ്പെട്ട് കേസെടുക്കുകയും അന്വേഷണ നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ് സംസ്ഥാന സർക്കാർ. എന്തായാലും ഈ പാട്ട് അത് ഇടതു മുന്നണിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ക്ഷീണം ചെറുതല്ലാത്ത ക്ഷീണം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലടക്കം CPM LDF നേരിട്ടിട്ടുള്ള വലിയ തോൽവിക്ക് ഒരു കാരണം ഈ പാട്ട് കൂടിയാണ് എന്നുള്ള രീതിയിൽ വിലയിരുത്തലുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രത്തോളം ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് CPM കടന്നിരിക്കുന്നത്. എന്തായാലും CPM പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായിട്ട് ഈ കേസിൽ ആദ്യത്തെ പരാതി ചെല്ലുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും പരാതി നൽകുക. ബാക്കി പോലീസ് നടപടി മറ്റ് പ്രസാദ് കുഴിക്കാല നൽകിയിട്ടുള്ള കേസിൽ സർക്കാർ ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. നീലിമ. ശരി ഗോകുൽ.